റൈറ്റ്? ജോയിൻ ചെയ്തത്ര കാണാൻ പറ്റുക? ചിലര് നമുക്ക് കാണാൻ പറ്റും. അല്ല, നമ്പർ കാണാൻ പറ്റില്ല. ഹൗ മെനി പീപ്പിൾ? അവരുടെ കമന്റ് കേൾക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ്? ഫേസ്ബുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങാം. 2 മിനിറ്റ് 2 മണിയല്ലായിരുന്നു. അല്ല, എത്ര പേര് കയറിയെന്ന് കാണാൻ പറ്റില്ല. രാജി ഞാൻ 2-3 പേരൂടെ കയറാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അച്ഛനിവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം. നമ്മളൊരു അൺയൂഷ്വൽ ആയിട്ടല്ലേ ഇന്നത്തെ ഈ സെഷൻ തുടങ്ങുന്നത്. ഓക്കെ, 1 മിനിറ്റ്. യെസ്, വരട്ടെ, എല്ലാവരും വരട്ടെ. യെസ്, അപ്പൊ കുറച്ചുപേര് ആകെ 2 പേര് വന്നിട്ടുള്ളൂ. അതെ, കുറച്ചുപേര് കാണും. നമുക്ക് 15 പേര് വന്നിട്ടുണ്ട്. അതാ ചോദിച്ചാ, ആ നമ്പർ ഒന്ന് കണ്ടോട്ടെ. ചിലപ്പം കൂടുതൽ വരും. കാരണം തുടക്കം തൊട്ടേ നമുക്ക് കാണാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന്റെ ഗ്യാപ്പിൽ പകുതി കയറി വരുമല്ലോ. അപ്പൊ നമുക്ക് ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ യൂഷ്വൽ സെഷൻ നമ്മൾ എല്ലാ സൺഡേ നൈറ്റില് 8 മണിക്കാണ് തുടങ്ങുന്നത്. ഇന്ന് ചെറുമേലച്ചൻ എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു അഡീഷണൽ സെഷൻ ആണ് ചെയ്യുന്നത്. എനിക്കറിയാവോന്നറിയില്ല, നിങ്ങൾ വായിച്ചെന്ന് ജൂബി ഇട്ട നമ്മുടെ മെസ്സേജ്. ചെറുമേലച്ചൻ UK ഇന്നലെ വന്നു. കേൾക്കാം UK എന്ന് പറയുന്ന ഒരു പുതിയ ചാരിറ്റി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് UK. ഇത് ബേസിക്കലി നമ്മുടെ ഇടയിലുള്ള ആൾക്കാരല്ലേ, സംടൈം ദേ സ്ട്രഗിൾ ടു ടോക്ക് ടു സമ്മൺ അല്ലേ. നമുക്ക് ഒത്തിരി ഹെൽപ്പ് ലൈൻസ് ഒക്കെ UK ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സമരിച്ചനും മൈൻഡ് UK. പക്ഷെ നമ്മുടെ ആ ലാംഗ്വേജ് ബാരിയേഴ്സ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ആ ഫീലിങ്സ് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റാതെ വരുന്നു. അപ്പൊ അവരെ സഹായിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ചാരിറ്റി ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ അച്ഛൻ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ അച്ഛനെ കേൾക്കുക. അപ്പൊ നമുക്ക് പിന്നെ കാണാം. താങ്ക് യു അച്ഛൻ. ഓക്കെ 10-18 പേരെ 19 പേരൊക്കെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ ഈ ടോക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ധാരാളം പേര് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ? ഇതിപ്പോ എന്താന്ന് വെച്ചാൽ റേഡിയോയിൽ സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിക്കും, ഇങ്ങോട്ട് ഒന്നും സംസാരിക്കില്ല. എന്നാലും നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം ഇട്ടുള്ളൂ. ഞാന് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത് നമ്മൾ കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാം എന്ന് പറയുന്ന ഒരു വലിയൊരു സംസ്കാരം, കരുതലിന്റെ സ്നേഹത്തിന്റെ ഒരു സംസ്കാരം നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 21 തൃശ്ശൂര് തുടക്കം കുറിച്ചതാണ്. അത് UK ഞാൻ സർവമത കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ഹൗസ് വൈഫ് ക്യാൻസർ ആയിട്ട് മരിച്ചപ്പോ അവളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് എന്ന വാർത്തയാണ് ഞാൻ അന്നിവിടെ വന്ന് കേറുമ്പോ കേൾക്കണത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ എഗെയിൻ ഒരു മെയ് മാസത്തിൽ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. ഇന്നത്തെ വാർത്ത നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ബ്രിട്ടീഷ് മലയാളി ഒന്ന് തുറന്നു നോക്കൂ. മിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, മിൽട്ടൺ. അവിടെ എന്താ പറയാൻ വിഷമമുള്ള കാര്യമാണ്. സ്വന്തം ഭാര്യയെ വലിയൊരു ഡോക്ടർ കുത്തിക്കൊന്നൊക്കെയാണ് കേട്ടത്. കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകുന്ന ഈ ലോകത്ത്, ആശ്വാസമരുളാൻ ആരുമില്ലാത്തൊരു ലോകത്ത്, ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമല്ല. ഇന്ന് ചൂട് വരുമ്പോ എന്താ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഹീറ്റ് എന്താണ്? മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുപോലെ ഭയങ്കര ഹീറ്റാണ്. എന്തിന്റെ ടെൻഷൻ, സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹീറ്റ്. ആ ഹീറ്റില് മനുഷ്യന്റെ ജീവിതം തകർന്നു പോവുകയാണ്. എന്നെ കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ എന്റെ കുടുംബത്തിൽ ആരുമില്ല, എന്റെ സുഹൃത്ത് വലയത്തിൽ ആരുമില്ല, ഈ ലോകത്തിൽ ആരുമില്ല.
മനുഷ്യരായിട്ട് ആരുമില്ല, ദൈവവും എന്നെ കൈവിട്ടു എന്ന് കരുതുന്ന സമയത്ത് മനുഷ്യ പിന്നെ ടച്ച് ചെയ്യണത് എവിടെയാണെന്നറിയോ? ദ കോർ ഓഫ് എ പേഴ്സൺ. അവന്റെ ജീവനെ അവൻ തൊടാൻ പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മൾ മലയാളികൾ, ലോകത്തുള്ള എല്ലാ മലയാളികളോടും പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ട്രെസ്സുകൾ, ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കരുത്. there is someone, നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ള വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് നമ്മൾ കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാവുന്ന പദ്ധതിയോടെ ആരംഭിക്കുന്നത്. നാളെ ചാരിറ്റി വോക്കാണ്. ലണ്ടൻ ബ്രിഡ്ജിൽ ഞാൻ നടക്കുന്നുണ്ട്, പാർലമെന്റ് വരെ. നമ്മൾ മനസ്സിലാക്കണം, എന്നെ കേൾക്കുന്നവർക്കൊക്കെ എത്ര വയസ്സായി, ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും വരാത്ത ആരും എന്നെ കേൾക്കുന്നുണ്ടാവില്ല. അവിടെയെല്ലാം ആരുടെയൊക്കെയോ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞത്. നമുക്ക് ഹെൽപ്പ് കിട്ടിയത് കൊണ്ട്. എന്നാൽ ഇത് കിട്ടാതെ പോകുന്ന നിരപരാധികളായ, നിസ്സഹായരായ കുറേ മനുഷ്യരുടെ ജീവിതം പൊലിഞ്ഞുപോയി, തകർന്നുപോയി അവര്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വളർന്നു വന്നവരാണ്. തനിച്ചൊരാളും വളർന്നു വരില്ല. നമ്മൾ വളർന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ധാരാളം മനുഷ്യരുണ്ട്. മനുഷ്യര് തരുന്ന ശക്തി പണത്തിന് നമുക്ക് തരാൻ പറ്റില്ല, അധികാരങ്ങൾക്ക് തരാൻ പറ്റില്ല. നമുക്ക് ആവശ്യം എന്താണെന്നറിയോ? സിൻസിയറായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 1000 മില്യൺ ഡോളർ സമ്പാദിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ മനസ്സിലാക്കാനോ കേൾക്കാനോ സ്നേഹിക്കാനോ ആരുമില്ലെങ്കിൽ ഈ കാശ് കൊണ്ട് അയാൾക്ക് എന്ത് ഫലമുണ്ട്? ഒരു ഫലമില്ല. ലൈഫ് മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയത് അവനൊരു സീറോ പോലെ തോന്നും. അപ്പോ ഞാൻ വെറുതെ നോട് ചോദിക്കാം, UK ഒരാൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ എത്ര കാശ് വേണം? സന്തോഷമായിട്ട് UK ഒരാൾക്ക് ജീവിക്കാൻ എത്ര കാശ് വേണം? നമ്മൾ കണക്കൊക്കെ പറയും, ഇത്ര പൗണ്ട് വേണം, ഇത്ര പൗണ്ട് വേണം. കിട്ടി, നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാം കിട്ടിയെന്ന് കരുതുക. എല്ലാം കിട്ടിയിട്ട് നിങ്ങൾ പറ, നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളെ കേൾക്കാനോ നിങ്ങളെ സ്നേഹിക്കാനോ ആരുമില്ലെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷപ്രദമാക്കാനുള്ള എല്ലാം കിട്ടിയിട്ടും നിങ്ങളുടെ അവസ്ഥ എന്താകും? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഈ പദ്ധതിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്? നിങ്ങൾ മാത്രമല്ല, ഞാൻ ഇന്ന് ഒക്ടോബറിൽ US-ലുണ്ട്, ആഫ്രിക്കയുടെ എല്ലാ രാജ്യത്തേക്കും പോകാണ്. കാരണം നമ്മുടെ ലൈഫുണ്ട്. അതിന് എന്താണ് അച്ഛൻ എന്താ ഇങ്ങനെ ചെയ്യണമെന്നല്ല കാരണം കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ സമയദാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും വലിയ ദാനം അന്നദാനം. പക്ഷെ സമയദാനം, മനുഷ്യന്റെ ആയുസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ? അതായത് സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ് ആയിട്ട് അതിനൊരു കോഴ്സ് ഉണ്ട് നമുക്ക് പാസ്സാവാനായിട്ട്. ഈ UK-ലെ 1000 പേര് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് വാക്ക് തരണം. ഞങ്ങൾ 1000 പേര് സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ്, ഇങ്ങനെയുണ്ട്, കേൾക്കാം, നിങ്ങൾ വിളിക്കൂ എന്ന് പറയാൻ. അതിന് എനിക്ക് ഈ നഴ്സ് അസോസിയേഷനോട് പറയാനുള്ളത്, ശരിക്കും നമ്മളുണ്ടല്ലോ, എന്തുമാത്രം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു അപരന് വേണ്ടി, അത് മാത്രമാണ് നേട്ടം. നമ്മൾ എന്താണോ അപരന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നത്, അത് സമയം നഷ്ടപ്പെടുത്തുന്നു, സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ വാക്കുകൾ നഷ്ടപ്പെടുത്തുന്നു. ആ നഷ്ടപ്പെട്ടതാണ് നമ്മുടെ ലാഭം. അല്ലാതെ നേടിയെടുത്തത് ഒരിക്കലും ലാഭമല്ല. നഷ്ടപ്പെടുത്തിയത്, അപരന് വേണ്ടി നഷ്ടപ്പെടുത്തണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതും. അതാണ് നമുക്ക് ഓർത്ത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. എനിക്ക് ഈ സന്ദർഭത്തിൽ 10-25 പേരാണ് ഇതിലുള്ളത്. 1000 പേരുണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞു. മിനിജായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. എനിവേ, എനിക്ക് നിങ്ങളോട് ഞാനൊരു ഉദാഹരണ കഥയിലൂടെ ഞാൻ നിങ്ങളെ മൈൻഡിനെ മുന്നോട്ട് നയിക്കാം. ഒരിക്കലേ ഒരു കാട് തീപിടിച്ച് തീയാളി കത്തുകയാണ്. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി ആ പുഴയിൽ, അവിടെ ഒരു അരുവിയുണ്ട്, ആ അരുവിയിൽ പോയി കൊക്കിൽ ഒരു തുള്ളി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ആ ഒരു തുള്ളി വെള്ളം ഈ തീന്റെ മുകളിൽ പറന്നിട്ട് ആ തീയിലേക്ക് ഒറ്റ വീഴ്ത്തുക. ഇത് കണ്ടിട്ട് കാട്ടിലെ രാജാവ് സിംഹണ്ടല്ലോ, സിംഹം ഇരുന്നിച്ചിരിക്കുക, നീ എന്തുട്ടി കാണിക്കുന്നത്?
ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഈ കാട്ടില് തീ കെടുത്താൻ പറ്റോ? വെട്ടിയായ കുരുവി, നിനക്ക് ബോധല്ലേ? അപ്പൊ കുരുവി പറഞ്ഞു, എന്നോട് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, സിംഹല്ലേ, രാജാവല്ലേ, വലിയ അധികാരല്ലേ, ചോദിക്കാം. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? ഈ തീയെ, ഈ കാട്ടുതീ കുറച്ചു കഴിയുമ്പോൾ അണഞ്ഞു പോകും. ഈ കാട്ടുതീ അണഞ്ഞു പോയി കഴിയുമ്പോ എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പറന്നു പോയി രക്ഷപ്പെടാം. എനിക്ക് തീ ആ ഫോണ് മറ്റേ ഡിസ്റ്റർബ്ഡ്, നോൺ ഡിസ്റ്റർബ്ഡ് ഇടുന്നില്ല, അല്ലെങ്കിൽ കോള് വരും. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നോൺ ഡിസ്റ്റർബ്ഡ് ഇടണോ? ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കോള് വരും. ഇതേ ആരോ വീണ്ടും വിളിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കഥയുടെ സാരാംശത്തിൽ നിങ്ങൾ വിട്ടുപോകരുത്. കാരണം ഒരു കഥ പെട്ടെന്ന് പകുതി വെച്ച് കട്ടായാൽ അർത്ഥം മനസ്സിലാവില്ല. ഒന്നുകൂടി പറയാം. കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു കൊച്ചു കുരുവി അല്പം ഒരു തുള്ളി വെള്ളം തന്റെ കൊക്കിലെടുത്തു കൊണ്ടുവന്നിട്ട് ഈ തീ അണയ്ക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോഴാണ് സിംഹം കിടന്ന് ചിരിച്ചിട്ട്, എന്തുട്ട് വട്ടാടോ താൻ ചെയ്യണേ? അപ്പോഴാണ് ആ കുരുവി പറഞ്ഞത്, എനിക്ക് വേണമെങ്കിൽ കാട് തീ പിടിക്കുമ്പോൾ മറ്റൊരു കാട്ടിലേക്ക് പറന്നു പോകാം, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാട് തീ അണയ്ക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. പക്ഷെ തിരിച്ച് ഞാൻ വരുമ്പോ ഈ ഞാൻ ആയിരുന്ന കാട്, അവിടെയായിരുന്നല്ലോ ഞാൻ ഉണ്ടായിരുന്നത്, ആ കാട് എന്നോട് ചോദിക്കും, അതെ ഇവിടെ കാട്ടുതീ വന്നപ്പോ നീ എന്താ ചെയ്തത്? കാട് തീ പിടിച്ചു കാളി കത്തുന്ന സമയത്ത് ആ കുരുവിയോട് കാട് ചോദിക്കും, നീ എന്താ ചെയ്തതെന്ന്. അപ്പൊ ഈ കുരുവി പറഞ്ഞു, കുരുവി കാടിനോട് സംസാരിക്കും. എന്താണെന്നറിയോ? ഐ ഡിഡ് മൈ ബെസ്റ്റ്, ഐ ഡിഡ് മൈ ബെസ്റ്റ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഇതെന്നോട് ഒരു ഇന്റർവ്യൂല് ഒരു ലേഡി പറഞ്ഞതാണ്. നിങ്ങൾ കേൾക്കണം, ശരിക്ക് കേൾക്കണം. ഈ സ്ത്രീ പറയരുത്, സ്ത്രീയുടെ ഭർത്താവ് അവള് വിഷുപോയി, 2 കുട്ടികൾ, വലിയ പ്രതിസന്ധി. ഈ കുട്ടികളെ നോക്കണം, ജീവിത പ്രാരാബ്ദങ്ങൾ മുഴുവനും. പക്ഷെ ആ സ്ത്രീ കഠിനാധ്വാനത്തിലൂടെ അതിനൊക്കെ അതിജീവിച്ച് ഇന്ന് ആ 2 മക്കളെ പഠിപ്പിച്ച് ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഭർത്താവ് വിഷുപോയി, കുട്ടികൾ വലുതായില്ല, അവര് വേണമെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട്? അപ്പൊ ഈ ലേഡി തന്നോട് ചോദിച്ച ആളോട് പറഞ്ഞു, ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നല്ല ചോദ്യം, ഉത്തരം ഇതാണ്. കാലങ്ങൾ കഴിയുമ്പോൾ എന്റെ മക്കൾ എന്നോട് ചോദിക്കും, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങളെ വിധിക്കാനോ നിങ്ങളെ ചോദ്യം ചെയ്യാനോ, എന്താ അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്ത്, അതൊക്കെ എന്തൊക്കെ ചോദിച്ചാലൊന്നും അവരൊന്നും വിധിക്കുന്ന ഒന്നും നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാ ജീവിച്ചേ, നിന്നെ കൊണ്ട് വല്ല കാര്യം ഉണ്ടായ എന്ന് ചോദിക്കും. ഡേവിസ് സർമലച്ചൻ ജീവിക്കുന്നത് എനിക്ക് ജീവിതം തന്ന ദൈവത്തിന്റെ മുമ്പില് താൻ എന്തുട്ടുണ്ടോ ചെയ്തെന്ന് ചോദിച്ചാൽ ഐ ഡിഡ് മൈ ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റണം. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഡിഡ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയണ്ടാവും. പക്ഷെ അതല്ല, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിന് നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്? 4 പേർക്ക് വല്ല സഹായങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഇതൊന്നല്ല ഞാൻ ചോദിക്കുന്നത്. ആ കുരുവി പറഞ്ഞത് ഓർക്കുക. എന്നോട് ഞാൻ ജീവിച്ചിരുന്ന കാട് ചോദിക്കും, നീ കാട് തീപിടിച്ചപ്പോൾ ഈ മനുഷ്യരെല്ലാം തീപിടിക്കുകയാണ്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നണമെങ്കിൽ അത്രമാത്രം തീപിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ കാടിനോടുള്ള ഉത്തരമാണ് എനിക്ക് ഈ ഒരു ഓൺലൈൻ ടോക്കിൽ നമ്മൾ പറയാനുള്ളത്. ഐ ഡിഡ് മൈ ബെസ്റ്റ്. എത്ര പേർക്ക് എന്നെ കേൾക്കുന്നവർക്ക് പറയാൻ സാധിക്കും? നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തോട് പറയാൻ പറ്റും, ഐ ഡിഡ് മൈ ബെസ്റ്റ് ടു ദ കമ്മ്യൂണിറ്റി. അതായത് നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് അത് എന്താ ഉണ്ടാവണേന്നും കൂടി നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്ന് ഞാൻ പറഞ്ഞ ആ സ്ത്രീ തന്റെ ഭർത്താവിനും മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം സ്വന്തം ഭർത്താവിന്റെ കുത്തേറ്റ് പെടഞ്ഞ് മരിച്ച ചരിത്രമാണ് ഇന്ന് ബ്രിട്ടീഷ് മലയാളി ഇന്ന് നിങ്ങൾ വായിച്ചത്. വാട്ട് യു ഡിഡ് ടു ദ കമ്മ്യൂണിറ്റി. CSR എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CSR, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് കമ്പനികൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ട്. PSR,
പേഴ്സണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് ചെയ്യാനാണ് ഞാനിങ്ങനെ ലോകത്തെമ്പാടും ഓടി നടക്കുന്നത്. അതെന്റെ അപ്പനെ തൃപ്തിപ്പെടുത്താനോ എന്റെ അമ്മേനെ തൃപ്തിപ്പെടുത്താനോ ബിഷപ്പിനെ തൃപ്തിപ്പെടുത്താനോ മറ്റു കൂട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളെ തൃപ്തിപ്പെടുത്താനൊന്നുമല്ല. അത് എന്നെയും എനിക്ക് ജന്മം നൽകിയ ദൈവം, അല്ലാതെ നമ്മൾ ഉണ്ടാവില്ലല്ലോ, ആ ദൈവത്തിന്റെ മുൻപിലും നമുക്ക് അഭിമാനത്തോടെ നിന്ന് പരാജയപ്പെട്ടിട്ടും നിന്ന് പറയാൻ പറ്റണം. യുദ്ധത്തിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന, ഇസ്രായേൽ തോറ്റു. പക്ഷെ യുദ്ധം ചെയ്ത പടയാളി ഒരിക്കലും തോൽക്കില്ല. ആ പടയാളി പറയും, ഐ ഡിഡ് മൈ ബെസ്റ്റ് ടു മൈ കൺട്രി. അങ്ങനെ പറയാനുള്ള ഒരു അഭിമാനകരമായ ഒരു സംസ്കാരമാണ് ഈ കേൾക്കാം ഇരിക്കടോ നമുക്ക് കേൾക്കാം എന്ന പദ്ധതിയിലൂടെ അച്ഛൻ വിഭാവന ചെയ്യുന്നത്. ഈ പ്രസ്ഥാനം തുടങ്ങാൻ തന്നെ കാരണം എന്റെ ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഡോക്ടർ, 3000 ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഡോക്ടർ, അതിന്റെ ഒരു സെലിബ്രേഷൻ എന്നെ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോവാൻ നിൽക്കുമ്പോഴാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. അതെന്നെ ഞെട്ടിച്ചു. 25 ലക്ഷം രൂപ ഒരു മാസം തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയിരുന്ന ഡോക്ടർക്ക് എന്തുകൊണ്ട്? നിങ്ങൾ പറ. സമ്പത്തല്ല കാരണം. സമ്പത്ത് കാരണം ഉണ്ടായിരിക്കാം. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരികൾ, ഇതെല്ലാം അച്ഛൻ 10-32 പേരോട് സംസാരിക്കണുള്ളൂ. നിങ്ങൾ 10,000 പേരുണ്ടെന്നാണ് ബിനിച്ച പറഞ്ഞത്. ജനങ്ങൾക്കൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ലൈഫ് ഒരു സമയത്ത് വണ്ടി ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്ത്. ഒരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകമാണ്. ഇവിടെ നിന്നെ കേൾക്കാൻ സ്നേഹത്തോടെ കരുതലോടെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നിങ്ങൾക്ക് സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുക. SOS എന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബോക്സ്, ഒരു ഫോണിന്റെ ചിത്രമായിട്ട് SOS, അതിന്റെ അർത്ഥം സേവ് അവർ സോൾസ്. അതെ, അനേകം മനുഷ്യർ അവരുടെ ജീവിതത്തിൽ കുറെ കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഒരു അവസ്ഥയിലെത്തുമ്പോ സ്വയം മരിക്കുമ്പോ തന്റെ മക്കളെ കുറിച്ചോ തന്റെ ഭർത്താവിനെ കുറിച്ചോ തന്റെ മാതാപിതാക്കളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല. മാത്രല്ല, അങ്ങനൊരു സംഭവം നടന്നാൽ ആ കുടുംബത്തിലെ അനിയത്തി അവൾ അനുഭവിക്കുന്ന വിഷമം, അവളെ കല്യാണം കഴിക്കാൻ പോലെ ആൾക്ക് അവളുടെ ചേച്ചി ആത്മഹത്യ ചെയ്ത ആ കുടുംബത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും വരുന്ന വേദനകൾ എത്ര വലുത്, നിസ്സാരമല്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടാണെന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അതുമൂലം പിന്നീട് 100 വർഷത്തോളം, എത്രയോ വർഷങ്ങളോളം അതിന്റെ റിപ്പർക്കഷൻസ് ആ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്നു. ഒരു ദിവസം കേരളത്തിലെ 40-50 പേരോളാണ് സൂയിസൈഡ് ചെയ്യുന്നത്. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ, 365 × 40, അത്രയും പേർ ഈ കേരളത്തിൽ സൂയിസൈഡ് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ, ഇനി ലോകത്ത് 195 രാജ്യങ്ങളുണ്ടെന്നാ പറയണേ. ഈ 195 രാജ്യങ്ങളിൽ ഒരു ദിവസം എത്ര പേര് ആത്മഹത്യ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി. ഇത്രയും കാഷ്വാലിറ്റീസിലുള്ള ഒരു പോയിന്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഇപ്പൊ 35 പേര് 33 പേരോളം കേൾക്കണുള്ളൂ. പറയണം, നിങ്ങൾ സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സായി അനേകം പേരുടെ ജീവിതങ്ങളെ അവർ കയറെടുത്ത് നിൽക്കുമ്പോൾ, ഞാനിത് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞത്, അച്ഛന്റെ പോസ്റ്റ് ഞാൻ കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് അച്ഛനെ ഞാൻ വിളിച്ചപ്പോ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന കാരണം അച്ഛൻ കാരണമാണ്. ഞാൻ ഫാനില് സാരി കെട്ടിയിട്ട് കഴുത്തില് ആ സാരി കുടുക്കിട്ടിട്ട് സ്റ്റൂളുമ നിന്നിട്ടാണ് ഞാൻ വിളിച്ചത്. അച്ഛൻ ആ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്റെ മക്കൾക്ക്. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്തൊക്കെയോ നമ്മൾ ഉണ്ടാക്കി, അവസാനം ഉണ്ടാക്കിയതൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് വീഴുമ്പോ നിങ്ങൾക്ക് തോന്നണം, ഈ സമൂഹത്തിന് ഞാൻ എന്തു കൊടുത്തു, ഐ ഡിഡ് മൈ ബെസ്റ്റ് ടു ദ സൊസൈറ്റി എന്ന് പറയാനുള്ള ഒരഭിമാനം. നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സ് UK വന്നിട്ടുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്, സന്തോഷങ്ങളുണ്ട്. പക്ഷേ സങ്കടങ്ങളുടെ നടുവിൽ തീച്ചൂളയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു ആശ്വാസത്തിന്റെ തണലേകാൻ നിങ്ങൾക്കൊരു സുവർണ അവസരമാണിത്. സോ ഐ ഇൻവൈറ്റ് യു ടു ബിക്കം സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ്. മിനിജോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, 1000 പേര് അച്ഛനോട് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ പേര് വിവരം എനിക്ക് കിട്ടണം. സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സായി ഈ 10,000 കണക്കിനുള്ള സീനിയർ നേഴ്സസ്, അല്ലെ മിനിജ?
അല്ല അതല്ല ഇതിൽ കൂടുതലുള്ളവരെ അല്ലേ? ഏത് ബാൻഡിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. അത്രയും വർഷങ്ങളോളം നിങ്ങൾ സേവനമനുഷ്ഠിച്ചവരും അതിന്റെ അനുഗ്രഹങ്ങളും സന്തോഷവും കിട്ടിയവരാണ്. അതിനാൽ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ സമയം മാറ്റിവെച്ച് ഇതിന്റെ വളണ്ടിയേഴ്സ് ആവാൻ, സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ് ആവാൻ, കൗൺസിലിംഗ് കൊടുക്കാനായിട്ടുള്ള കാര്യമല്ല പറയുന്നത് അച്ഛൻ. സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ് ആവാൻ, വെരി സിമ്പിൾ തിങ്. ഒരു നിസ്സാരമായ കാര്യമാണ് അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിന് നിങ്ങൾ തയ്യാറ്. ഞാൻ അടുത്തത് ഒക്ടോബറിൽ ഞാൻ US പോകുന്ന അവിടെയുള്ള ധാരാളം നേഴ്സസ് ആവശ്യപ്പെട്ടിരുന്ന ഫാദർ ഇവിടെ വരണം. അത്ര ആവേശത്തോടുകൂടിയാണ് എല്ലാവരും ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണം ഉണ്ടാകണം. എനിക്ക് വേണ്ടി നിങ്ങളോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും വേണ്ട. അനേകം മനുഷ്യരുടെ ഈ ചുട്ടുനീറുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകൾക്ക് ദ ഗോൾഡൻ വേർഡ്സ്, സ്വർണത്തിനേക്കാൾ വിലയുള്ള വാക്കുകൾ വരട്ടെ, നിങ്ങൾ ഇതിലേക്കൊന്ന് വിളിക്കൂ എന്ന് പറയുന്ന സുന്ദരമായ, സ്വർഗീയമായ, ആത്മീയമായ, അമൂല്യമായ ഈ വാക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങളുടെ സമയം വിലപ്പെട്ടത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയം എന്നെ കേട്ടതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ ഞാൻ ഇത്രയല്ല, കുറെ പേര് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചത്. എനിവേ, നിങ്ങളിത് പാസ് ചെയ്യും. ഈ ടോക്ക് വേണമെന്ന് വെച്ചാൽ മാനേജർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകാം. ഷീ വിൽ സെൻഡ് ടു ദ ഓൾ കമ്മ്യൂണിറ്റീസ് ഇൻ UK. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള 16,000 പരമുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ചാരിറ്റിയിൽ അച്ഛൻ പറഞ്ഞ പോലെ സൈൻ പോസ്റ്റ് വോളണ്ടിയർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് ഇടുക. ഞാൻ ആ പേര് കളക്ട് ചെയ്ത് അച്ഛന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ പേരിടുന്നതിന്റെ അർത്ഥം നിങ്ങൾ വില്ലിംഗ് ആണെന്നാണ് എന്റെ കേട്ടോ. അത് നിങ്ങളുടെ ഒരു കൺസെന്റ് ആണ് എനിക്ക് നിങ്ങൾ തരുന്നത്. നിങ്ങൾക്ക് എന്റെ നമ്പറിൽ മെസ്സേജ് ഇടാം. എന്റെ പേരറിയാം, എന്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, 07728497640. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ മെസ്സഞ്ചറിൽ മെസ്സേജ് ഇടാം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഒരു നല്ല നമ്പർ അച്ഛന് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമയോടുകൂടി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഏതാണ്ട് 70,000 നഴ്സസ് ഉണ്ട് UK അല്ലേ? അപ്പൊ ഏതാണ്ട് 5 ലക്ഷത്തോളം മലയാളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. അതിനുവേണ്ടി നമ്മൾ ഒന്നായി പ്രവർത്തിക്കണം. നിങ്ങളും എന്റെ കൂടെ നിൽക്കും. അച്ഛന്റെ ഒപ്പം നമുക്ക് എല്ലാവർക്കും നിൽക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. സന്തോഷത്തോടെ ആയിരിക്കുക. നമ്മുടെ ഹൃദയം എപ്പോഴും പെർഫെക്റ്റ് ആ ഒരു സെറനിറ്റിയിൽ കീപ്പപ്പ് ചെയ്യണം. ശുദ്ധമായ മനസ്സാണ് ഏറ്റവും വിലപ്പെട്ട സമ്പത്ത്. കീപ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ. സേവ് ചെയ്തോ.